1189 മുറികളുള്ള വലിയ സൗധത്തിന്റെ 3ാമത്തെ മുറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിന്റെ 19ാമത്തെ ബ്ലോക്കിൽ നമ്മൾ വന്നു. 1, 2, 3ാമത്തെ മുറിയിലേക്ക്. 1ാമത്തെ മുറി നമ്മൾ കണ്ടു കഴിഞ്ഞു. 2ാമത്തെ മുറി കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർക്കാനിട വന്നു. അവിടെ ഒരു ആലോചന സഭ നടക്കുകയായിരുന്നു. ദൈവത്തിന്റെ സഭ നടക്കുന്ന സ്ഥലമായിരുന്നു 2ാമത്തെ മുറി. എന്നാൽ 3ാമത്തെ മുറിയിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണാനായിട്ട് കഴിയുന്നത് അതൊരു പ്രാർത്ഥനാ മുറിയാണ്, പ്രയർ റൂം. ആ പ്രയർ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ കാണാൻ കഴിയുന്നത് പ്രഭാത പ്രാർത്ഥനയാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി നീയല്ലേ യഹോവയെ ഹൃദയം വസിക്കുമാറാക്കുന്നതെന്ന് പറയുന്ന ഒരു പ്രഭാത പ്രാർത്ഥനയാണ്. പക്ഷെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ വന്നപ്പോൾ ഉണ്ടായ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എഴുതി വെച്ച വാചകങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ചില സമുദായങ്ങളുണ്ട്. അതല്ല പ്രാർത്ഥന. അപ്പനോട് മകൻ പറയുന്നത് പോലെ തുറന്നു പറയുന്നതാണ്. നമ്മുടെ മനോവിഷമങ്ങൾ എന്തും പറയാം. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങൾ പറയാം. അപ്പാ എന്തുകൊണ്ട് എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് അവിടെ അപ്പനോട് ചോദിക്കാം. ഒരു കുഴപ്പമില്ല. നമ്മുടെ മനപ്രയാസം എന്താണോ അത് തുറന്നു പറയാം. അങ്ങനെ മനപ്രയാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആ പ്രാർത്ഥന പറയും. ഈ സങ്കീർത്തനത്തിൽ ഒരു വാക്കുണ്ട്, ശേല എന്ന് പറയുന്ന പദം ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതിന് അർത്ഥം എന്ന് അറിഞ്ഞുകൂടാ ആർക്കും. പിന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയാറുണ്ട് ശേല എന്ന് എഴുതിയ ഭാഗം 2 തവണ ആവർത്തിച്ച് പാടാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ്. ഈ ചില വാക്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വായിക്കും ഇതൊന്നും ആവർത്തിച്ച് പാടാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെയല്ല. ഇത് സംഗീതത്തിന് ഈണം കൊടുക്കുമ്പോൾ ചില മാർക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഉയർത്തിപ്പാടുക, താഴ്ത്തിപ്പാടുക എന്നുള്ളതിനുള്ള അടയാളമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കതൊരു വിഷയമായിട്ട് എടുക്കണ്ട. നമ്മൾ ചിന്തിച്ചാൽ അധികം പാട്ടിനോടുള്ള ബന്ധത്തിൽ അതെന്താണെന്ന് ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കേണ്ട എന്നോർത്ത് ഞാനിന്ന് ഒന്ന് ഇൻട്രൊഡക്ഷനിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് സങ്കീർത്തനത്തിലെ ഭക്തൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പറയുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഹെഡിങ്ങിൽ ഒരു വിഷയം കിടക്കുന്നുണ്ട്, ഞാൻ ആ രീതിയിൽ പോകുന്നില്ല. അപ്പുറത്ത് പറയുന്നത് ഹൃദയം തുറന്ന് പറയുക. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ മനസ്സിന് പ്രയാസം കിടക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നമ്മുടെ സങ്കടങ്ങൾ, സകല സങ്കടങ്ങളിൽ നിന്നും ദൈവം വിടുവിക്കുന്നു. തിരുവചനം സത്യമാ. അതുകൊണ്ട് ഹൃദയം പകർന്ന ഭക്തൻ പറയാണ് 1ാമത്തെ വാക്യം, യഹോവേ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. കുറെ പ്രശ്നങ്ങൾ വന്ന് കിടക്കുക. കുറെ വൈരികളും കുറെ നിന്ദിക്കുന്നവരും വന്ന് പെരുകിയിരിക്കുക. കൂടും. വൈരികളുടെ എണ്ണം കൂടും, കുറ്റം പറയുന്നവരുടെ എണ്ണം കൂടും. അപ്പൊ അവര് പറയുന്ന അടുത്ത വാചകം കേട്ട് നോക്കി, 2ാമത്തെ വാക്യം. അതാണ് എന്റെ ചിന്താവിഷയം. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറയാൻ പോകുന്നത്. ഇവനൊന്നും രക്ഷപ്പെടില്ല. നമുക്കും തോന്നിയിട്ടില്ലേ? നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയൊന്നും കിട്ടുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞൂടെ? കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെ അപേക്ഷയ്ക്ക് ഒരു ഉത്തരവും പറയുന്നില്ല, ഒരിടപെടലുണ്ടാവില്ല. ഞാൻ ഈ വിശ്വാസ ജീവിതം നയിച്ചിട്ട് എന്താ പ്രയോജനം എന്ന് തോന്നുന്ന രീതിയിൽ ഒരു ഭാരമൊക്കെ വന്നിട്ടുണ്ടോ? ഹൃദയം ഒന്ന് പറഞ്ഞാട്ടെ. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു തന്ന മറുപടിയാണ് ദൈവക്കളോടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ കർത്താവേ ഒന്നും പ്രവർത്തിക്കുന്നില്ലേ? ഞാൻ ഈ വിശ്വാസം കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? പ്രസംഗിച്ച് നടന്നിട്ട് എന്താ കാര്യം? അനങ്ങുന്നില്ലേ? ഒരു രക്ഷയും കാണാനില്ല. എന്നെ രക്ഷിക്കില്ലേ എന്ന് തോന്നുന്ന വിഷമം വന്നപ്പോൾ കർത്താവ് എന്നോട് ഇടപെട്ട കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങൾ കേട്ട് പണിയുന്നവൻ പാറമേൽ ആഴെ കുഴിച്ച് അടിസ്ഥാനമിട്ട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകും. അപ്പൊ നോക്കുക, 2 മനുഷ്യർ വീട് പണിയാൻ തുടങ്ങി. ഒരു മനുഷ്യന് ചടപെട്ടാൻ പറഞ്ഞു വീട് പണിതുകൊണ്ടിരിക്കുക. പണിയുന്നത് മണലും മേല, ആഴെ കുഴിക്കാനൊന്നുമില്ല, കുഴിച്ചാലും ഗുണമൊന്നുമില്ല. അവിടെ കുഴിക്കുന്നില്ല എന്നും പറഞ്ഞ് പണി തുടങ്ങി. മറ്റേ മനുഷ്യൻ നിന്ന് കളച്ചോണ്ടിരിക്കുക. അടിസ്ഥാനം ഇടാൻ പോയിട്ട് ആദ്യത്തെ കല്ലിടാൻ പോലും എത്തിയിട്ടില്ല. പാറ വീണ്ടും കുഴിച്ചോണ്ടിരിക്കുക. ആ സമയം കൊണ്ട് ഇപ്പുറത്തെ വീട് പൊങ്ങി ഹൗസ് വാമിങ് നടന്നു. നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായ ഒരു കാര്യം ചെയ്യാറുണ്ട്, പാല് കാച്ചൽ. ആർക്ക് വേണ്ടിയിട്ടാന്ന് പോലും അറിഞ്ഞൂടാ. ഒരു കട്ടൻ കാപ്പി ഇളപ്പിച്ച് കുടിച്ചാലും മതി. എന്നാലും വീട്ടില് പാല് ഇങ്ങനെ തളച്ചു പോയെങ്കിലും സംഭവിക്കുക. അതൊക്കെ ജാതീയമായ ചിലത് കയറി വന്നതാ. അപ്പൊ പാല് കാച്ചിലും കൂടെ അവിടെ നടന്ന് അവിടെ ആഘോഷം നടന്ന സദ്യ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പുറത്തെ മനുഷ്യൻ എന്ത് ചെയ്തോണ്ടിരിക്കുക? കളച്ചോണ്ടിരിക്കുക. വന്നവരൊക്കെ പറഞ്ഞു, ഈ മനുഷ്യനെ എന്ന് നേരെയാവാന് വീട് പണിയാൻ പോയിട്ട് ഇതുവരെ തറപടിയിൽ നടന്നില്ലേ? ഈ മനുഷ്യന്റെ പണിയും കഴിഞ്ഞു, കയറി താമസവും കഴിഞ്ഞു, സദ്യ കൊടുക്കലും കഴിഞ്ഞു. അപ്പോൾ ഇവിടെ തറയ്ക്ക് കുഴിച്ചോണ്ടിരിക്കുക. സ്തോത്രം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഒരല്പം വൈകിയാൽ. നമ്മൾ വചനം കേട്ട് പണിത് നമ്മൾ ഉറപ്പിച്ച് പണിതാൽ വൻമഴ ചോദിച്ചു,
കാറ്റടിച്ചു, എല്ലാം പ്രതികൂലമായിരുന്നു. വീട് മേലടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പണിത് തീർന്ന ആദ്യം പണിത് തീർന്ന വീട് തകർന്നുപോയി. എന്നാൽ പാറ മേലടിസ്ഥാനം വിട്ടാൽ താമസം വന്നു. നിനക്കൊരു ജയം കിട്ടിയെങ്കിൽ ആ ജയം നിലനിൽക്കുന്നതാ, അത് തകർന്നു പോകില്ല. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ തകർന്നു പോകില്ല. അപ്പോ ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോ പല കാര്യങ്ങൾ പറയാനുണ്ട്. രക്ഷയെക്കുറിച്ച് പറയുന്നു, സാധാരണ നമ്മൾ പറയുന്ന രക്ഷയുടെ കാര്യങ്ങൾ ഒരു 6 എണ്ണം ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന് പറയാം. പാപത്തിൽ നിന്നുള്ള രക്ഷ നമുക്ക് ആവശ്യമാണ്. ശാപത്തിൽ നിന്നുള്ള രക്ഷ നമുക്ക് ആവശ്യമാണ്. പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള രക്ഷ നമുക്ക് ആവശ്യമാണ്. രോഗബന്ധനത്തിൽ നിന്ന് നമുക്ക് രക്ഷ ആവശ്യമാണ്. മരണത്തിൽ നിന്നും നമുക്ക് രക്ഷ ആവശ്യമാണ്. സാമ്പത്തിക മണ്ഡലത്തിൽ തടസ്സങ്ങൾ മാറാൻ രക്ഷ നമുക്ക് ആവശ്യമാണ്. മാനസിക സംഘർഷങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ആവശ്യമാണ്. ഇങ്ങനെ രക്ഷ നമ്മൾ പൊതുവെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥ രക്ഷ ഇതൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ ഈ ഭൂമിയിലെ ചില മണ്ഡലങ്ങളിൽ നടക്കുന്ന. നമ്മുടെ യഥാർത്ഥ രക്ഷ എന്ന് പറഞ്ഞാൽ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നമുക്ക് രക്ഷ ആവശ്യമാണ്. ഒന്ന്, ആത്മരക്ഷയാണ് വേണ്ടത്. ആത്മാവിന് മൃതാവസ്ഥയിലായിരുന്ന, പാപം ചെയ്ത് മൃതാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന രക്ഷയാണ് വേണ്ടത്. ആത്മാവിന് വേണ്ടുന്ന രക്ഷ വേണം. ആ രക്ഷ വന്നാലേ ജീവിക്കുള്ളൂ. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കത്തിക്കൊണ്ട് നിന്നിരുന്ന വിളക്ക് കെട്ടുപോയി. ഇനി എന്ത് വേണം? അത് കത്തിക്കണമെങ്കിൽ മറ്റൊരു വെളിച്ചം വന്ന് അതിനെ തൊടിയിക്കണം. ആ വെളിച്ചം വന്നതിന് തൊടുമ്പോൾ ഇത് കത്തും. ഇനി കെട്ടുപോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കത്തിക്കൊണ്ടിരുന്ന വിളക്ക് അവിടെ തന്നെ അടുത്ത് വെച്ചോണ്ടിരിക്കണം. അത് ചേർത്ത് വെച്ചോണ്ടിരുന്നാൽ അത് കത്തിക്കൊണ്ടിരിക്കും. ഇതാ ആത്മരക്ഷ എന്ന് പറഞ്ഞത്. ഒരു ജ്വലനമുണ്ടായി, ഹൃദയത്തിൽ രക്ഷയുടെ ഒരു ജ്വലനമുണ്ടായി, ഒരു ദൈവിക ഇടപെടലുണ്ടായി. ആ ഇടപെടൽ മൂലം കെട്ടുപോയിരുന്ന ആത്മീകമായ ചിന്തയോ ആ ധ്യാനമോ ഇല്ലാതിരുന്ന, പാരമ്പര്യം അനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. എന്റെ ആത്മാവ് നഷ്ടമായി പോകരുതെന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടായി, ഒരു ജ്വലനമുണ്ടായി. ആ ജ്വലനം നിലനിർത്തുവാൻ കർത്താവ് കൂടെ ഇരിക്കുകയാണ്. വെളിച്ചമായവൻ നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ ആത്മാവിന്റെ രക്ഷ നഷ്ടമാകാതെ നിത്യതയിൽ നമ്മെ കൊണ്ടെത്തിക്കാനായിട്ട് കഴിയും. രണ്ടാമത് ദേഹിയില് രക്ഷ വേണം. എന്താ ദേഹിയിൽ രക്ഷ എന്ന് പറഞ്ഞത്? ദേഹി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സ്വഭാവം, വികാര വിചാരങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഭാഗത്തെയാണ് ദേഹി എന്ന് പറയുന്നത്. അവിടെ രക്ഷ വേണം. എന്തിനു വേണ്ടിയാ? നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തു എങ്ങനെ പ്രതികരിക്കുന്നു ആ രീതിയിലേക്ക് നമ്മുടെ സ്വഭാവം മാറും. രക്ഷ നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ കോപിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ശപിക്കും, ഇല്ലെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യും. കർത്താവ് പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാൻ നമുക്ക് കഴിയില്ല. അവിടേക്ക് നമുക്ക് ഒരു രക്ഷ ആവശ്യമാണ്. അതിനാണ് നമ്മൾ നിരന്തരമായ പ്രാർത്ഥനയും വചനധ്യാനവും കൂട്ടായ്മയും നമ്മൾ ആചരിക്കുന്നത്. ഓരോ ദിവസവും ചെല്ലുന്തോറും ക്രിസ്ത്യാനുരൂപിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രക്ഷയുടെ അനുഭവം നടക്കുന്നത്. മൂന്നാമത് നമ്മുടെ ദേഹത്തിന് വേണ്ടുന്ന രക്ഷയാണ്. ഈ ദേഹം ഇങ്ങനെയായിരുന്നാൽ അത് മർത്യമായത് അമർത്യമായതിലേക്ക് ഒന്ന് മാറേണ്ടതുണ്ട്. അല്ലെങ്കിൽ തേജസ് ഉള്ള ഒരു ദേഹമായി രൂപാന്തരപ്പെടേണ്ടതുണ്ട്. എന്നാലും താൻ ഇരിക്കുന്നത് പോലെ നമുക്ക് അവനെ കാണാനായിട്ട് കഴിയുള്ളൂ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ ഒന്ന് താൻ ഇരിക്കുന്നത് പോലെ ഒന്ന് കാണണമെങ്കിൽ നമ്മുടെ ഈ ദേഹം മാറണം. ഈ ദേഹം കൊണ്ട്, ഈ മണ്ണാകുന്ന ശരീരം കൊണ്ട് പറ്റില്ല. വിണ്മയമായ ശരീരം നമ്മളൊന്ന് പ്രാപിക്കണം. അത് നമ്മുടെ മരണാനന്തരം അല്ലെങ്കിൽ കർത്തൃകാലത്തിന് ശേഷമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ രക്ഷയുടെ ത്രികാല അനുഭവങ്ങൾ നമ്മൾ മറക്കരുത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. ഇവിടെ പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്: അവന് ദൈവത്തിൽ രക്ഷയില്ല എന്നതിനെ കുറിച്ച് രക്ഷ വൈകുന്നു. രക്ഷ കിട്ടണമെങ്കിൽ ഒറ്റ വഴി ഉള്ളൂ. പ്രധാനപ്പെട്ട ഒന്നാമത്തെ വഴി കർത്താവ് പ്രവർത്തിക്കണം. വേണ്ടേ? കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ രക്ഷ നടക്കും. ഏത് വിധത്തിലുള്ള രക്ഷ വേണമെങ്കിലും. നേരത്തെ പറഞ്ഞ 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. ആ ഏത് മേഖലയിലാണെങ്കിലും ശരി, രക്ഷ വേണോ? എന്റെ കർത്താവിന്റെ ഒരു വാക്ക് മതിയോ? മരിച്ച ലാസർ പുറത്തു വരണമെങ്കിൽ ലാസറെ പുറത്തു വരിക എന്നൊരു വാക്ക് പറഞ്ഞാൽ മരണത്തിൽ നിന്നുള്ള രക്ഷ ആർക്ക് കിട്ടി? ലാസറിന് കിട്ടി. അവിടെ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യമുണ്ട്. രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് അസാധ്യമായ കാര്യം ദൈവത്തിന് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യത്തിൽ ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് രക്ഷ എന്ന് പറയുന്നത്. പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതാണ് രക്ഷ ദൈവം ഒരുക്കുന്നത്. നമ്മളെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരുത്തെയാണ് രക്ഷ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ രക്ഷ ലഭിക്കാൻ വേണ്ടി താമസം വരാൻ സാധ്യതയുണ്ട്. താമസം വന്ന ഒരു വ്യക്തിയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒരു കനാനി സ്ത്രീ, അവൾക്കൊരു രക്ഷ വേണം. വേണ്ടത് കുടുംബത്തിലാണ് വേണ്ടത്. ഒന്നും കൂടെ പറഞ്ഞാൽ തലമുറയ്ക്ക് ഒരു രക്ഷ കിട്ടണം. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ പൈശാചിക ബന്ധനത്തിൽ നിന്ന്
എൻ്റെ തലമുറയ്ക്കൊരു വിടുതൽ കിട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചു. രക്ഷ കിട്ടാൻ ഒരു വഴിയേ ഉള്ളൂ, മറ്റൊരുത്തരിൽ രക്ഷയില്ലെന്ന് ആ പുറംജാതിക്കാരിയായ സ്ത്രീ മനസ്സിലാക്കി. മറ്റൊരുത്തരിൽ നിന്നും ഈ വിധത്തിലുള്ള ഒരു രക്ഷയും ലഭിക്കില്ല. യേശു ക്രിസ്തു അല്ലാതെ വേറെ ഒരു സ്ഥലത്തുനിന്നും ഒരു വിധത്തിലുള്ള രക്ഷ കിട്ടില്ല. രക്ഷിക്കാൻ കഴിയുന്നവൻ രക്ഷകൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് അവൾ ചെന്നു. യേശുവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് അവൾ കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി. എൻ്റെ മകളെ ഒന്ന് രക്ഷിക്കണേ, രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കുക. യേശു മൈൻഡ് ചെയ്തില്ല. ഇത് കണ്ടിട്ടാണ് മറ്റുള്ളവർ പറഞ്ഞത്, ഇവനിങ് അവിടെ പറഞ്ഞു ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും ശിവരൊക്കെ പറഞ്ഞു, മിണ്ടാതിരുന്നോ, കിട്ടില്ല, നിന്നെ ഒന്നും മൈൻഡ് ചെയ്യാൻ പോണില്ല. ഈ രംഗത്താണ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് പലരും എന്നെ കുറിച്ച്. പക്ഷെ ആശ്രയിച്ചവനെ ഉപേക്ഷിക്കുന്ന ഒരു പദ്ധതി ദൈവത്തിനില്ല. കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം നായക്കുട്ടികൾക്ക് രക്ഷയില്ല. അപ്പോഴും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു നിനക്ക് രക്ഷയൊന്നുമില്ല, നിനക്ക് രക്ഷയില്ല. കർത്താവ് പറഞ്ഞു കേട്ടില്ലേ, മറുപടി കേട്ടില്ലേ? പ്രതികൂലമായ ഒരു മറുപടിയാണ് കിട്ടിയത്. അപ്പോഴും അവള് പറഞ്ഞൊരു കാര്യമുണ്ട്, മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്ക് അത് മതി, എനിക്ക് ഒരു നുറുക്ക് മതിയെന്ന്. എനിക്ക് രക്ഷ കിട്ടാൻ, എന്റെ കുടുംബത്തിന് രക്ഷ കിട്ടാൻ, എന്റെ തലമുറയ്ക്ക് രക്ഷ കിട്ടാൻ, പൈശാചിക ബന്ധത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ എനിക്ക് ഒരു നുറുക്ക് മതിയെന്ന്. ഇതാ വിശ്വാസം. അപ്പൊ വിശ്വാസത്തോടെ ഒരാൾ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് യേശുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു തിരുമൊഴി, ആ ഒരു തിരുമൊഴിയാണ് അവരിൽ രക്ഷയായി ഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 3 മാസം ക്ലാസ് എടുക്കണോ 6 മാസം ക്ലാസ് എടുക്കണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു വാക്ക് മതി പാപത്തു നിന്നുള്ള മോചനം ലഭിച്ച് ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ. പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു വാക്ക് മതിയെന്ന്, രക്ഷ കിട്ടാൻ ഒരു വാക്ക് മതിയെന്ന്. പലരും പറഞ്ഞോട്ടെ. ഇന്ന് കൂട്ടായ്മ വന്നപ്പോൾ ഞാൻ വിളിച്ചു പറയുന്നത് ഒരു ദൈവിക അധികാരത്തോടെ, ആത്മശക്തിയുടെ വ്യാപാരത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ്, ഒരു വാക്ക് ഇന്ന് നീ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമെങ്കിൽ ആ വിശ്വാസത്തിന്റെ വാക്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ വിഷയത്തിന്റെ മധ്യത്തിൽ പാപബന്ധനമാകട്ടെ, രോഗബന്ധനമാകട്ടെ, വൈശാചിക ബന്ധനമാകട്ടെ, സാമ്പത്തിക ഞെരുക്കമാകട്ടെ, മാനസിക സംഘർഷമാകട്ടെ, ഏത് മേഖലയിലുള്ള രക്ഷയാണോ നിനക്ക് ആവശ്യമുള്ളത്, ആ രക്ഷ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അവിടെ വായിക്കുന്ന ഒരു വാക്യം കൂടെ ഞാൻ പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. അത് മറ്റൊന്നുമല്ല, ആ നാഴിക മുതൽ ഒന്ന് പറഞ്ഞേ, ആ നാഴിക മുതൽ രക്ഷയ്ക്ക് താമസമുണ്ടോ? അപ്പോ വാക്ക് വരേണ്ട താമസമേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞ വാക്കിന് നമുക്ക് തിരുവചനമായിട്ട് തന്നിരിക്കുക. ഈ വചനം ഒന്ന് സ്ട്രൈക്ക് ചെയ്താൽ മതി, അതൊന്നൊരു നുറുക്ക് നമുക്ക് എടുക്കാൻ കിട്ടിയാൽ മതി, രക്ഷ സംഭവിക്കും. രക്ഷയില്ല എന്ന് മറ്റു പലരും പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് രക്ഷയുണ്ടെന്ന്. സംഗീതത്തിന്റെ അവസാന വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ആ ഭക്തനൊരു കാര്യം മനസ്സിലായി, വായിക്കുന്നത് ഇങ്ങനെയാണ്, 8ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. ശരിയല്ലേ? രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് രക്ഷ ആവശ്യമുണ്ട്. ഇപ്പോഴും ഞാൻ രക്ഷിക്കപ്പെട്ടു, എൻ്റെ പാപത്തുനിന്ന് മോചനം കിട്ടി, എൻ്റെ ആത്മാവിനെ ആത്മരക്ഷ ലഭിച്ചു. പോരാ, എൻ്റെ ദേഹിയിൽ ഇനിയും രക്ഷ ആവശ്യമാണ്. നിത്യത്തിലേക്ക് പ്രവേശിക്കുന്ന ത്രികാല അനുഭവങ്ങളിലേക്ക് എനിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കർത്താവേ, ഈ രക്ഷ എന്നിൽ നിറവേറുവാൻ ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്ന എൻ്റെ പ്രതിസന്ധിയുള്ള മധ്യത്തിൽ ദൈവിക രക്ഷ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് എനിക്ക് തരണമേ. വിശ്വാസത്തോടെന്ന് പറയാമോ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്നെങ്കിലും ആരെങ്കിലും ഏറ്റെടുക്കുന്നെങ്കിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വിളിച്ചു പറയാം. എന്റെ സകല സങ്കടങ്ങളിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും. സകല സങ്കടങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും. സകല സങ്കടങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും. സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന്